ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സർക്കിൾ വരയ്ക്കാനും സ്പൈറൽ വരയ്ക്കാനും ഹംസ് വരയ്ക്കാനുമാണ്. അപ്പോൾ ഇത് മൂന്നും ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ കണ്ടാൽ മാത്രമേ നമുക്കതെങ്ങനെ വരയ്ക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. മുകളിൽ നിന്ന് തുടങ്ങി കറക്റ്റ് നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അതേ പോയിന്റിൽ തന്നെ കൊണ്ട് നിർത്തുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ശരിയായിക്കോളും. ആദ്യം തന്നെ ഒന്നും ശരിയാവണമെന്നില്ല. ആദ്യം ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെട്ട് പോവുകയൊന്നും വേണ്ട. അത് പതുക്കെ ശരിയായിക്കോളും. ഇനി നമുക്ക് സ്പൈറൽ വരയ്ക്കാം. സ്പൈറൽ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കറക്റ്റ് റൗണ്ടിന് തന്നെ സർക്കിൾ നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ റൗണ്ടുകളായിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് സ്പൈറൽ വരയ്ക്കാൻ പറ്റുന്നത്. അതും നമ്മൾ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നോളും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊന്നും ആർക്കും ശരിയാവില്ല. പിന്നെ പതിയെ മാത്രമേ നമുക്കത് ശരിയായിട്ട് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഹംസ് വരയ്ക്കാം. ഹംസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഹംസ് ഒരുപാട് പല സൈസിന് നമുക്ക് ഹംസ് വരയ്ക്കാൻ പറ്റും. പക്ഷേ എല്ലാം ഒരേ ഉയരത്തിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഇപ്പം ഏറ്റവും ചെറിയ ഹംസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ചെറിയ അതേ ഉയരത്തിൽ തന്നെ അവസാനം വരെ വരയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് വരച്ചത് ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു ഹംസാണ്. പിന്നെ ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ ഹംസാണ്. ഇത് ആദ്യം തന്നെ നമുക്ക് ശരിയാവുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം ഹംസ് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും വരില്ല. പതിയെ അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഈ ഹംസ്. പിന്നെ താഴെ വരയ്ക്കുന്നത് ഏറ്റവും വലിയ ഹംസാണ്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എങ്കിലേ ശരിയാവത്തുള്ളൂ. താങ്ക് യു.